അല്ലാഹുവിന്റെ മാത്രമല്ല വൽ മലായികത്തി വന്നാസി അജ്മഈൻ, എണ്ണിയാൽ തീരാത്ര അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം, സത്യവിശ്വാസികളുടെ ശാപം അഖിലവും ഈ മനുഷ്യനിൽ പതിക്കുന്നതാണ്. അങ്ങനെ റബ്ബിന്റെയും മലക്കുകളുടെയും സകലമാന മനുഷ്യരുടെയും ശാപം ഏതൊരുവന് ലഭിച്ചുവോ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദൽ, അവന്റെ തൗബയോ അവന്റെ പ്രായശ്ചിത്തമോ, ഈ ഹദീസിന്റെ അർത്ഥമെന്താ, ഈ വാക്കിന്റെ അർത്ഥമെന്താ, അവന്റെ ഫർളോ അവന്റെ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ആരുടെ ചിന്തിക്കണം. അവിടെ മുസ്ലിമാന്ന് പറഞ്ഞ് നടന്നാ പറ്റില്ല. മുനാഫിക്കിന്റെ സ്വഭാവം കയ്യിൽ വെച്ചിട്ട് മുസ്ലിമാന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അവരനെ ഉപദ്രവിച്ചാൽ, അവന്റെ അഭിമാനം തകർക്കാൻ പണിയെടുത്താൽ, അവന്റെ ധനം അനർഹമായ നിലയിൽ കൈക്കലാക്കാൻ ശ്രമം നടത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ നേരെയുണ്ടാകും. മലക്കുകളുടെ ശാപമുണ്ടാകും, സകല ജനങ്ങളുടെയും ലഅനത്തുണ്ടാകും, ശകാരമുണ്ടാകും. മാത്രമല്ല ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദൽ, അവന്റെ ഫർള് അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ സുന്നത്തുകളും അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ പ്രായശ്ചിത്തങ്ങളും അല്ലാഹു സ്വീകരിക്കൂല. മഹാദുരന്തമാണ് അവനെ കാത്തിരിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ലുൽമ് അത് വളരെ ഡേഞ്ചറാ. അത് മുനാഫിക്കിന്റെ സ്വഭാവ. വേറെന്താ കാരണം? അള്ളാന്റെ ശാപമേൽക്കാൻ മറ്റു പല കാരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ പഠിക്കണം കേട്ടോ, അതിട്ട് നമ്മളിത് അറിയണം, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെ പടച്ചോന്റെ ശാപം എത്തിയാ കഴിഞ്ഞു കഥ. പിന്നെ ഇവിടെ തന്നെ അദാബാ. നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു കാരണമാണ്, എന്റെ അനുചരന്മാരെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നക്ഷത്ര തുല്യരായ മാതൃകായോഗ്യരായ എന്റെ അരുമ സഖാക്കളെ, അതേ എന്റെ സ്വഹാബത്തിനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, അവരിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹ്, എന്റെ സഹാബത്തിന് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. വലിയ ഖുർആൻ പണ്ഡിതൻ ഒരു സഹാബിയെ ചീത്തറിഞ്ഞു, എന്നിട്ട് എന്തേ മയ്യത്ത് നിസ്കരിച്ചില്ല അല്ലേ? ഇതുവരെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം വരെ ആ മനുഷ്യന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? മയ്യത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പാകണം. ആ ഉറപ്പൂടെ കിട്ടിയിട്ടില്ല. നാള് ജീവിക്കുന്നുണ്ടോ? അതും ഉറപ്പില്ല. തിരോധാനത്തിന് ഒരു തുമ്പുമില്ല. എന്താ കാരണം? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞു. അതോടുകൂടെ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു ആ മനുഷ്യനെ ശപിച്ചു. ആ ശാപത്തിന്റെ ലക്ഷണമാണ് കണ്ടത്. അതെ, സ്വഹാബികളെ ചീത്ത പറയാ. വമൻ അഖാഫ അഹ്ലൽ മദീന, എന്റെ മദീനക്കാരെ, ഞാൻ പാർക്കുന്ന, ഞാൻ താമസിക്കുന്ന മദീന നാട്ടുകാരെ ആരെങ്കിലും ഭീതിപ്പെടുത്തിയാൽ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ആ ആളുകൾക്ക് മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. മദീനക്കാരെ ഉപദ്രവിക്കുക അത് ഇന്നും പറ്റില്ലട്ടോ. ഹജ്ജിനും ഉംറക്കും പോയിട്ട് അവിടെ മദീന നിവാസികളോടൊരു സ്നേഹം, അത് ഈമാനിന്റെ ലക്ഷണമാണ്, അത് മുഅ്മിനിന്റെ അടയാളമാണ്. മദീന നിവാസികളോടുള്ള രോഷവും വെറുപ്പും അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഖാല റസൂലുള്ളാഹി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ നിന്ദിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഏത്? അവിടത്തെ അനുചരന്മാർ പ്രവാചകരുമായി ബന്ധപ്പെട്ടവരാ. അവിടുന്ന് ഹിജ്റ ചെന്നെത്തിയ നാടാണ് മദീന. ആ മദീന, അപ്പൊ നബിയുമായി ബന്ധപ്പെട്ടതിനെ നിന്ദിക്കുമ്പോഴാണ് ഈ ലഅനത്ത് ഇറങ്ങുന്നത്. നബിയെ നിന്ദിച്ചാലോ അതോടെ ലഅനത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചു ആ മനുഷ്യൻ. ലഅനത്തിന്റെ മരം മുളപ്പിക്കാനുള്ള വിത്തെറിഞ്ഞു ആ മനുഷ്യൻ. അല്ലാഹു ശപിച്ചാൽ ഉടനടി കിട്ടൂല. ഗതകാല സമൂഹത്തെ ഒറ്റ അട്ടഹാസം കൊണ്ട് തകർത്തതുപോലെ, ഒരു വിഭാഗത്തിനെ ഭൂമിയെ കീഴ്മേൽ മറിച്ച് തകർത്തതുപോലെ, ഒറ്റയടിക്ക് അള്ളാന്റെ ലഅനത്ത് ഏറ്റ വിഭാഗം നശിക്കൂല.
ഇതെങ്ങനെ? ഇതൊരു മരം നട്ടതുപോലെ ഇതങ്ങനെ വളരും, വളർന്നിട്ട് പൂവിടും, പൂവിട്ടിട്ട് അതിൽ കായ്കൾ കനികൾ അത് ഉൽപ്പാദിപ്പിക്കും, വിളവുണ്ടാക്കും. ഇതുപോലെയാണ് ലഅനത്ത് പതിച്ചാല് പയ്യെ മുളക്കും ലഅനത്തിന്റെ മരം. മുളച്ചിട്ട് ആ ലഅനത്തിന്റെ മരം അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പുന്നാര നബി തങ്ങളെ ചോദ്യപേപ്പറിലൂടെ അവഹേളിച്ച അധ്യാപകൻ, ആ അധ്യാപകന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? നമ്മളായിട്ട് കയ്യും കാലും വെട്ടാൻ പോകണ്ട, അങ്ങനെ വെട്ടിയാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവും. മാത്രല്ല നിരപരാധികളും അപരാധികളും പലരും കുടുങ്ങിയും ചെയ്തില്ലേ? കുടുങ്ങിയില്ലേ? നമ്മൾ കൊടുത്ത കണക്കുണ്ടാവും. ലഅനത്തിന്റെ മരം നട്ടാൽ കണക്കില്ലാത്ത കിട്ടല് കിട്ടും. കാത്തു നിന്നോ മുസ്ലിമേ, ബേജാറാകാണ്ട. അള്ളാന്റെ ദീന് സത്യമാണെങ്കിൽ, അള്ളാന്റെ ഹബീബ് സത്യമാണെങ്കിൽ, മരണത്തിന് മുമ്പ് നമുക്കൊക്കെ ഈ ലഅനത്തിന്റെ മരം നൽകുന്ന കായ്ക്കനികൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് നോക്കിക്കാണാനാകും. ഉറക്കല്ലത്, ഒരു സംശയമില്ല. അയാൾക്ക് താങ്ങും തണലുമായി കൂടെ നിന്ന ഭാര്യ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. ലഅനത്ത് വരികയാണ്, ഇനിയും കിട്ടും. എന്തുകൊണ്ട്? ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമേൽക്കാനുള്ള ഒരു കാരണമാണത്. മഹത്വമുള്ളതിനെ നിന്ദിക്കുക, അത് ഏതായാലും ശരി. നമ്മളെ മുസ്ലിമീങ്ങളിലുണ്ട് അങ്ങനെ ചില ടീം വലിയ വേഷം കെട്ടിയിട്ട് തൗഹീദൊക്കെ പറയും. അള്ളാന്റെ നബിമാരെ ഞങ്ങൾ കുറ്റം പറയൂല എന്നൊക്കെ പറയും. അള്ളാന്റെ വലിമാരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് എന്നൊക്കെ അവകാശവാദമുണ്ടാകും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോ വിശ്വാസികളുടെ ബഹുമാനാദരവുകൾ തകർക്കുന്ന വിധത്തിൽ പേനയുന്തുന്ന ആളുകൾ, വാത്തോരാതെ പ്രസംഗിക്കുന്ന ആളുകൾ, അവരെ നേരെയും അല്ലാഹുവിന്റെ ശാപമുണ്ടാകുന്നത് ഭയക്കണം. ഇതുപോലെ മറ്റൊരു കാരണമാണ് മനുഷ്യബന്ധങ്ങൾക്ക് മാന്യത പുലർത്താത്ത ആളുകൾ, മനുഷ്യബന്ധങ്ങൾ തകർക്കുന്ന ആളുകൾ, സൗഹൃദങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ. ഇതും അള്ളാന്റെ ലഅനത്ത് പതിക്കാനുള്ള ഒരു കാരണമാണ്. മുനാഫിക്കിന്റെ സ്വഭാവം പഠിക്കുമ്പോ പഠിച്ചോൻ ഇതൊക്കെ ഇപ്പൊ എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ലഅനത്തിന്റെ മരത്തിന്റെ വിത്തെറിയണ്ട, ലഅനത്തിന്റെ മരം ആരും കൃഷി ചെയ്യണ്ട. ദുനിയാവ് തന്നെ അടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. വലഹും അദാബും മുഖീം, വിശ്രമമില്ലാത്ത അദാബ്, ഒരു നേരവും വേളയില്ലാത്ത അദാബ് അവർക്കുണ്ട് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക, പരിശോധിച്ചു നോക്കുക. അല്ലെ? ഭിന്നിപ്പ് തീർക്കാൻ, പിണക്കം തീർക്കാൻ കളവ് പറഞ്ഞിട്ടായാലും മുസ്ലിമേ, മുഅ്മിനേ, നീ പരിശ്രമിക്കണമെന്നാണ് അള്ളാന്റെ ദീന് പറഞ്ഞത്. എന്ത്? എവിടെയാണോ ഗ്യാപ്പുള്ളത്, എവിടെയാണോ വിടവുള്ളത്, എവിടെയാണോ ഭിന്നതയുള്ളത്, എവിടെയാണോ പിണക്കമുള്ളത്, അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി ആ പിണക്കമൊന്ന് തീർക്കണമെന്നാണ് ദീന് പറഞ്ഞത്. ഇവൻ എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഉള്ള ബന്ധം തകർക്കുക, കള്ളത്തരങ്ങൾ പടച്ചു വിട്ടിട്ട് സൗഹൃദ ബന്ധം തകർക്കുക. രണ്ടുപേര് നല്ല സൗഹൃദത്തിലാണ്, ചെന്നിട്ട് പറയാ ഈ ബന്ധം തകർക്കാൻ, പിണക്കുണ്ടാക്കാൻ വേണ്ടി പറയാ, നിന്റെ കൂടെ എന്തിനാ അവൻ കൂടിയത് നിനക്കറിയോ? കുഴിയിൽ വീഴ്ത്താനാ, ചതിക്കാനാ? ഒരു കുഴപ്പം രണ്ടാൾക്കിടയിലില്ല. ഇവൻ ചെന്ന് പറയാ. ഇനി എങ്ങാനും കുഴിയിൽ വീഴ്ത്തുക എന്നുള്ള സ്വഭാവം സ്നേഹിതന്മാർ രണ്ടുപേരിൽ ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ അത് തീർക്കാൻ നിൽക്കുന്നതിന് പകരം ചെന്നു പറയാ, ദേ നീ മമ്മദായിട്ട് വല്ല കമ്പനിയല്ലേ, മമ്മദ് എന്തിനാ നിന്നെ കൂടെ കൊണ്ട് നടക്കുന്നതെന്നറിയാ? ചതിക്കാനാണ്, നിന്നെ പാഠം പഠിപ്പിക്കാനാണ്. മുനാഫിഖിന്റെ അടയാളമാണ് ഇത്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിണക്കം തീർക്കാൻ നിഷിദ്ധമായ കളവ് പറച്ചിൽ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല, അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. ഖുലിൽ ഹഖ വലൗ കാന മുറാ, കൈപ്പനുഭവമാണെങ്കിലും, നിനക്ക് അരോചകമാണെങ്കിലും, നിനക്ക് പ്രതികൂലമായി ഭവിക്കുമെന്ന് ആശങ്കയുണ്ടെങ്കിലും മോനെ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ച ഹബീബ് തന്നെ, മുത്തുനബി തന്നെ ആ തിരുനാവ് കൊണ്ട് പറഞ്ഞു. പിണക്കം തീർക്കാൻ വേണമെങ്കിൽ നീ കളവ് പറഞ്ഞിട്ടാണെങ്കിലും പിണക്കം തീർക്കണം, ഭിന്നിപ്പ് അവസാനിപ്പിക്കണം. അല്ലേ? എന്നിട്ടോ
ഇദാ തഅല്ലമൻ നാസു അൽ ഇൽമാ വതറകുൽ അമലാ വതഹബ്ബു ബിൽ അൽസുനി വതബാഗളു ബിൽ ഖുലൂബി വതഖാതഉ ബിൽ അർഹാമി ലഅനഹുമുല്ലാഹു ഇൻദ ദാലിക് ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും ഖാല റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഇദാ തഅല്ലമൻ നാസു അൽ ഇൽം വതറകുൽ അമൽ. ജനങ്ങൾക്ക് അറിവുണ്ട്, പക്ഷേ അറിവിനനുസരിച്ച് ജീവിതമില്ല. ഇന്ന് അറിവില്ലാത്തവരാരാ? ഇന്ന് അറിവ് കുറഞ്ഞവരാരുമില്ലല്ലോ. പണ്ടൊക്കെ നമ്മുടെ പൂർവികർക്കൊക്കെ അറിവ് കുറവായിരുന്നു. അന്ന് ടെക്നോളജി ഇല്ല, അങ്ങനെ പുസ്തകവും ഇല്ല. പാതിരാ വഴലിൽ കേൾക്കാൻ പോയിട്ട് അന്നത്തെ പണ്ഡിതന്മാർ നീട്ടി വഴല് പറയുന്ന ആ വഴല് കേട്ട് പഠിക്കുന്ന അറിവല്ലാത്ത ഒരു അറിവുണ്ടായിരുന്നില്ല. അവർക്ക് അറിവില്ല എന്നൊരു അറിവുണ്ടായിരുന്നു. അത് വലിയൊരു നേട്ടമായിരുന്നു അല്ലെ? ജനങ്ങൾ എമ്പാടും ഹദീസ് പഠിക്കാൻ തുടങ്ങും. മൊബൈലിലൊക്കെ നെറ്റിൽ നിന്ന് മലയാള ഖുർആൻ അങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യത്തിന് പഠിക്കുന്ന കാലം വരും. ഇദാ തഅല്ലമൻ നാസ്, ജനങ്ങൾ പഠിക്കാൻ തുടങ്ങും. പക്ഷേ വതറകുൽ അമൽ, അമലിന്റെ കാര്യത്തിൽ പിറകിലാകുന്ന കാലം. വതഹബ്ബു ബിൽ അൽസുനി, സ്നേഹം നാക്കിൻ തുമ്പത്താണ്. സ്നേഹം എവിടെ? ബിൽ അൽസുനി, നാവുകൾ കൊണ്ട് മാത്രമാണ് സ്നേഹം. വതബാഗളു ബിൽ ഖുലൂബ്, മനസ്സ് നിറയെ ശത്രുതയാണ്, മനസ്സ് നിറയെ രോഷമാണ്, പകയാണ്, വിദ്വേഷമാണ്. എന്നിട്ടോ നാവുകൊണ്ട് വലിയ സ്നേഹമാണ്. നാവുകൊണ്ട് സ്നേഹത്തിന്റെ പുന്നാരവാക്കുകൾ, പഞ്ചാരവാക്കുകളെ പറയുള്ളൂ. വതബാഗളു ബിൽ ഖുലൂബ്, മനസ്സുകൊണ്ട് വെറുപ്പാണ്, ദേഷ്യമാണ്. പിന്നെയോ വതഖാതഉ ഫിൽ അർഹാം, സൗഹൃദ ബന്ധങ്ങൾ തകർക്കുന്നത് പോലെ കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ടീം. ലഅനഹുമുല്ലാഹു ഇൻദ ദാലിക, ഇത്തരം ഏർപ്പാടുകൾ ആരിൽ ഉണ്ടായോ ലഅനഹുമുല്ലാഹ്, ഉടമസ്ഥനായ റബ്ബ് ആ വിഭാഗത്തെ ശപിക്കും കേട്ടോ. ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും, അവരെ അല്ലാഹു ബദിരന്മാരാക്കും, അല്ലാഹു അവരെ അന്ധന്മാരാക്കും. എന്നുവെച്ചാൽ നല്ലത് കേൾക്കാൻ അവരുടെ കാതുകൊണ്ടാവൂല, നല്ലത് കണ്ടുപഠിക്കാൻ അവരുടെ കണ്ണുകൾക്കാവില്ല. ആ വിധത്തിൽ അള്ളാഹു അവരെ ആക്കി തീർക്കും. എന്തേ കാരണം? അള്ളാഹുവിന്റെ ശാപമേറ്റതു തന്നെ കാരണം. അതുകൊണ്ട് ഇത് നിസ്കാരം നോമ്പും ആവശ്യത്തിന് മതമായിട്ട് ബന്ധമൊക്കെ ഉള്ള, സമൂഹത്തിൽ ഉന്നതിയിലുള്ള, സംഘടനാ രംഗത്ത് തലപ്പത്തുള്ള, ജമാഅത്ത് ഭാരവാഹിത്വത്തിന്റെ വിഷയത്തില് ഉന്നത സ്ഥാനത്തുള്ള പലരിലും ഇത്തരം സ്വഭാവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കണം. ഇത് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോ പ്രസംഗം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ആരും ചോദിക്കണ്ട. കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദ് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ആര്? ഞാൻ എന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെ എന്താ ഒരു മനുഷ്യനെ ടാർഗറ്റ് ഇടണോ? അല്ല, എന്നാലും ആരെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ട്. ആരെട്ട് തട്ടിയതാണ്. ആ തട്ട് ആർക്കോ കൊണ്ടിട്ടുണ്ട്. ആരെ? ഇതാപ്പൊ പഠിക്കാൻ കരുതുന്നത്, ഇതാപ്പൊ പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാ പഠിക്കുന്നത്? ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇതൊക്കെ വായിക്കുമ്പോ പടച്ചോനെ ഇത് എന്നിലുണ്ടോ എന്ന് ഓർത്തിട്ട് ഞാൻ പേടിക്കുകയാണ്. എന്നെ കുറിച്ച് എന്നാ പറയാന്ന് വിചാരിച്ചോ? ഇതിനെ വേറുള്ളവരെ ടാർജ് അതൊന്നുമല്ല. ആരെ കുറിച്ചാന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് നമ്മിലുണ്ടോ? ഇത്തരം സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പടച്ചോനെങ്ങാനും ലയനത്താക്കിയിട്ടുണ്ടോ റബ്ബേ? ആ ഭയം, ആ ഒരു പേടി അത് ഓരോരുത്തർക്കും വേണം. മുഅ്മിനിന്റെ സ്വഭാവം എന്താ? മുനാഫിഖിന്റെ സ്വഭാവം എന്താ? അല്ലാഹു ഖുർആനിൽ 114 ആയത്തുകൾ അധ്യായങ്ങളിൽ പല ഭാഗത്തും ഈ വിഷയം തന്നെ നമുക്ക് റമദാൻ വരെ പറയേണ്ടി വരും. മുനാഫിക്കിന്റെ ലക്ഷണം ഖുർആൻ വേറെ എങ്ങോട്ടും പോണ്ട. ഖുർആനിൽ നിന്ന് മുനാഫിഖാരെന്ന് ഇതെന്തിനാ അള്ളാഹ് പറഞ്ഞത്? ഓതാനല്ലല്ലോ, ഓതാൻ മാത്രല്ലല്ലോ, അതിൽ മുഅ്മിനീങ്ങൾ പെടാതെ രക്ഷപ്പെടാന് അല്ലേ? ആ കാലാകാലവും നരകത്തിന്റെ അടിയിലത്തെ തട്ടിൽ സീറ്റ് റിസർവ് ചെയ്ത ദുഷിച്ച വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ അത് പഠിച്ച് ആ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തന്നെയല്ലേ അള്ളാഹു ആയത്തുകൾ ഈ വിഷയത്തിൽ ഇറക്കി തന്നത് അല്ലേ? എന്താണ് മുഅ്മിനിന്റെ സ്വഭാവം? സ്വർഗാവകാശിയായ മുസൽമാന്റെ സ്വഭാവം എന്തായിരിക്കും? മുനാഫിഖിന്റെ സ്വഭാവം എന്താണ്? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹു.
والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله. സൂറത്തു തൗബ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു. المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم فنسوا الله فنسيهم إن المنافقين هم الفاسقون. സൂറത്തു തൗബ വേർതിരിച്ചങ്ങ് കൃത്യമായിട്ട് രണ്ട് ഗ്രൂപ്പിന്റെയും സ്വഭാവം, രണ്ട് വിഭാഗത്തിന്റെയും ലക്ഷണം അല്ലാഹു പിന്നെയും പറയാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ ഈമാനുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ അന്യോന്യം, അവർ പരസ്പരം, അവർ തമ്മിൽ തമ്മിൽ മിത്രങ്ങളും സഹായികളും ആയിരിക്കും. അല്ലാഹു പറയാ മുഅ്മിനീങ്ങൾ എങ്ങനെ മുഅ്മിനീങ്ങൾ? വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരെല്ലാവരും തന്നെ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ തമ്മിൽ തമ്മിൽ മിത്രങ്ങളും സഹായികളും ആയിരിക്കും. എങ്ങനെ മുഅ്മിൻ എങ്ങനെ ഉണ്ടാവുക? ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, തമ്മിൽ തമ്മിൽ ആത്മമിത്രങ്ങളാകും, പരസ്പരം സഹകരണമായിരിക്കും, പരസ്പരം സഹായിക്കുന്ന മനോഭാവമായിരിക്കും. അതെ, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ പറഞ്ഞു കൊടുക്കും, തിന്മയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കും. അപകടത്തിൽ പുന്നാര ചങ്ങാതി പോയി വീഴല്ലേ, ഇങ്ങനെ ഒരു നന്മയുണ്ട്, ഈ നന്മയിലേക്ക് വാ ക്ഷണിക്കും. വയുഖീമൂന സ്വലാഹ് വയുഅ്തൂന സകാത്ത്, നമസ്കാരമുണ്ട്, സകാത്തുണ്ട്. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ തിരുദൂതരെയും അനുസരിക്കും. ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഈ വിഭാഗത്തെയാണ് അല്ലാഹു അനുഗ്രഹിക്കുക, ഈ വിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുക, ഈ വിഭാഗമാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ഇവരാണ് രക്ഷപ്പെട്ട ടീം. ആര്? എന്താ ഇവരെ യോഗ്യത പറഞ്ഞ? നിക്കാരത്താഴമ്പുണ്ടാവുന്നല്ല, ഉംറക്ക് പോക്ക് എണ്ണം കൂട്ടുന്നല്ല. പിന്നെ എന്തേ പറഞ്ഞത്? പറഞ്ഞത് അള്ളാന്റെ അനുഗ്രഹം കിട്ടുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, തമ്മിൽ തമ്മിൽ സ്നേഹം, തമ്മിൽ തമ്മിൽ ഔലിയാക്കള്. ഔലിയ എന്ന് പറഞ്ഞ സഹായിന, പരസ്പരം സഹായിക്ക. ഇതാണ് മുഅ്മിന്. ഇങ്ങനെയായിരിക്കും മുഅ്മിന്, ഇങ്ങനെയായിരിക്കും സ്വർഗത്തിന്റെ അവകാശി. المنافقون والمنافقات بعضهم من بعض, കപടവിശ്വാസികളായ പുരുഷന്മാർ, കപടവിശ്വാസിനികളായ സ്ത്രീജനങ്ങൾ, ബഅ്ദുഹും മിൻ ബഅ്ദ്, എല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട ദുഷ്ടന്മാരാണ്. അവരൊരു ഗണത്തിലെ പെടുള്ളൂ. എന്നുവെച്ചാല് എവിടെ കൂടിയാലും ആ ഗ്രൂപ്പ് ഒപ്പായിരിക്കുക. ഈ ആയത്തിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന മുനാഫിഖൻ ദഖല ഇലാ മജ്ലിസിൻ ഫീഹി മിഅത്തു മുഅ്മിനിൻ വമുനാഫിഖുൻ വാഹിദുൻ ലജാഅ ഹത്താ യജ്ലിസ ഇലൈഹി ഖാല റസൂലുള്ളാഹി. മുനാഫിഖീങ്ങൾ, ഈ കപടന്മാര് തമ്മിൽ എപ്പോഴും ബഅ്ദുഹും മിൻ ബഅ്ദ്, ഒക്കെ ഒരേ ഗണത്തിൽപ്പെട്ട ദുഷ്ടന്മാരായിരിക്കും. അവരെവിടെ കൂടിയാലും ഒപ്പായിരിക്കുള്ളൂ, കൂട്ടുകൂടുന്നത് അവർ തമ്മിലായിരിക്കും. എങ്ങനെ? ലൗ അന്ന മുനാഫിഖൻ വാഹിദൻ, ഒരു കപടവിശ്വാസി, ദഖല ഇലാ മജ്ലിസിൻ, ഒരു സഭയിലേക്ക് കടന്നു ചെന്നാൽ,
ആളുകൾ കൂടി അങ്ങാടി ആകട്ടെ, പള്ളി ആകട്ടെ, ബസ് സ്റ്റോപ്പ് ആകട്ടെ, ഓവുപാലത്തിലുള്ള സീറ്റ് ആകട്ടെ, അല്ലെങ്കിൽ എവിടെ ആകട്ടെ, 4 ആള് കൂടിയെടുത്തേക്ക് ഒരു മുനാഫിക്ക് കടന്നു വന്നാൽ, ഒരു സദസ്സിലേക്ക് ഒരു കപടൻ കടന്നു വന്നാൽ, ഫീഹി മിഅത്തു മുഅ്മിനിൻ വ മുനാഫിഖുൻ വാഹിദുൻ, ആ സദസ്സിൽ 100 മുഅ്മിനീങ്ങളും ഒരു കപട വിശ്വാസിയുമുണ്ട്. കടന്നു വന്ന ആളാരാ? മുനാഫിക്കാണ്, കപടനാണ്. അവൻ കടന്നു വന്ന സദസ്സിൽ 100 മുഅ്മിനീങ്ങളുണ്ട്. അവനെ പോലത്തെ ഒരു മുനാഫിക്കുണ്ടെങ്കിൽ തന്റെ ചങ്ങാതിയായ മുനാഫിക്കുള്ളോടത്തെ അവൻ പോയിരിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുള്ളൂ. അവര് തമ്മിലുള്ളൊരു ആത്മബന്ധം അങ്ങനെ ആയിരിക്കും. കല്യാണത്തിനും കളിയാട്ടത്തിനും ഒക്കെ പോകുമ്പോ ആ സെയ്ദും അമ്രും ഒപ്പം അവരുണ്ടാവും, ആ ഏഷണിക്കാരൊപ്പം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുക. അല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. എന്നിട്ടോ യഅ്മുറൂന ബിൽ മുൻകരി വയഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. നന്മ അവർ കൽപ്പിക്കൂല, തിന്മയാണ് എപ്പോഴും കൽപ്പിക്കുക. നീ കേട്ടോ അങ്ങാടിയിൽ മറ്റേ കഥ, മറ്റേ കേസ് പറഞ്ഞത് കേട്ടോ? ഏതോ ഒരു അപരാധം, ഏതോ ഒരു അപവാദം, ഏതോ ഒരു മുഅ്മിനിനെ കുറിച്ചുള്ള ഫസാദ് കേട്ടില്ലേ? വലിയ കാര്യമായിട്ട് നിക്കരിച്ച് ഇറങ്ങിയപ്പോ തന്നെ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എന്തേ കേട്ടില്ലേ മറ്റേ കഥ? മറ്റേ ചങ്ങാതിയുടെ വിവരം കേട്ടില്ലേ? മറ്റേ ചങ്ങാതിയുടെ വിവരം നമുക്ക് എന്നോടാ പറയാ, അവിടെ പോയി പറയടാ ഇബ്ലീസേ, എന്റെ മോന്ത ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ തന്നെ പറയണം. വിടരുത് അവനെ, ഇബ്ലീസിനെ വിടരുത്. ആരെ അവനിതിനെ ഏൽപ്പിച്ചത്? അല്ലേ? യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. നന്മ കൽപ്പിക്കുന്ന ഏർപ്പാടേ ഇല്ല. പിന്നെയോ തിന്മേ അവർ പറയുള്ളൂ, കൽപ്പിക്കുള്ളൂ, നിർദ്ദേശിക്കുള്ളൂ. നസുല്ലാഹ ഫനസിയഹും. അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ? അവരല്ലാഹനെ മറന്ന ടീമാണ്. അപ്പോ അള്ളാഹ് അവരെയും മറന്നു. അള്ളാഹ് മറന്നു അല്ലേ? അതുകൊണ്ട് നരകത്തിൽ പേരെഴുതും, നരകത്തിലെ ലിസ്റ്റിൽ പേരുണ്ടാവില്ല. അള്ളാഹ് മറന്നിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, അള്ളാഹു പരിഗണിക്കുന്നിടത്ത് മറക്കും, അള്ളാന്റെ അനുഗ്രഹം തരുന്നിടത്ത് അള്ളാഹ് മറക്കും, അവഗണിക്കും. അല്ലാതെ അടി തരുന്നിടത്ത് അള്ളാഹ് ഒരു മറവി ഉണ്ടാവൂല. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. ഈ കപടന്മാർ അവർ തെമ്മാടികൾ തന്നെ. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, ഉണർന്ന് ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടാത്തവനെ അള്ളാഹുവിനും വേണ്ടി വരൂല. അങ്ങനെയാണ്. ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങളൊക്കെ വെറുത്ത് സഹിച്ച് അങ്ങോട്ട് ഒഴിവാക്കി. ആ പുള്ളിയായിട്ടുള്ള ഇടപാടോ അല്ല, അച്ചങ്ങാതിയിട്ടുള്ള പറ്റൂല, അവനാണ്ട് മാറ്റി. ഇവനെ അള്ളാഹുവിന് വേണ്ട. ജനങ്ങൾ ഉപേക്ഷിച്ചവനാരോ, ജനങ്ങൾ ഒഴിവാക്കിയവർ ആരോ, അവരെ അള്ളാഹുവിനും ആവശ്യമില്ല. എന്തേ ജനങ്ങൾക്ക് വേണ്ടാതായത്? അള്ളാഹ്ക്ക് നേരത്തെ വേണ്ടാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അള്ളാന്റെ അടിമകൾക്ക് വേണ്ടാതായത്. ആദ്യം അള്ളാഹ്ക്ക് വേണ്ടാതായിട്ടുണ്ട് അല്ലേ? അന്ത്യനാളിലെ ഏറ്റവും നീചൻ നികൃഷ്ട ജീവി ആരാ? അന്ത്യനാളിലെ നികൃഷ്ട ജീവി. നികൃഷ്ട ജീവി എന്ന് പറയാനും പേടിയാണ്, രാഷ്ട്രീയക്കാർ മേലെ കയറും. അപ്പോ അന്ത്യനാളിലെ നികൃഷ്ടജീവി, ഏറ്റവും നിന്ദ്യനായ ആള് ആരാണ്? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബുഖാരിയുടെ ഹദീസിൽ തന്നെ കാണാം, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ കുറ്റവാളി ആരാന്നറിയോ? വീരപ്പനൊന്നും ആയിരിക്കൂല, അവനൊന്നും ആവൂല. ഏറ്റവും വലിയ നീചൻ അള്ളാഹുവിന്റെ കോർട്ടിലെ ഏറ്റവും വലിയ കുറ്റവാളി ആരാ? മൻ തറക്കഹുന്നാസ് ഇത്തിഖാഅ ശർരിഹി. റവാഹുൽ ബുഖാരി. ആരാണ് ഏറ്റവും വലിയ നികൃഷ്ടജീവി അള്ളാന്റെ അടുത്ത് പരലോകത്ത്? മൻ, ഒരു വിഭാഗം ആൾക്കാരാണ്. തറക്കഹുന്നാസു, ജനങ്ങൾ അവരെ ദുന്യാവിൽ ഒഴിവാക്കി. ജനങ്ങൾ ദുന്യാവിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാ ഒഴിവാക്കിയത്? സത്യം പറഞ്ഞിട്ട് ഒഴിവാക്കിയതല്ല. അങ്ങനെയല്ല. പ്രവാചകന്മാരെയൊക്കെ ജനങ്ങൾ ഒഴിവാക്കി, അങ്ങനെയല്ല. ഇത്തിഖാഅ ശർരിഹി, അവന്റെ പാര താങ്ങാനാകാതെ, അവന്റെ ചതി സഹിക്കാനാകാതെ, അവന്റെ കാപട്യം പേറാനാകാതെ ജനങ്ങളാൽ വെറുത്ത് മാറ്റി നിർത്തപ്പെട്ടവർ ആരോ അവരാണ് അന്ത്യനാളിലെ നികൃഷ്ട ജീവികൾ, ഏറ്റവും അശറായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർപ്പിച്ചു.
ജനങ്ങളെ വെറുപ്പിക്കുന്ന പണിക്ക് നിൽക്കണ്ട. അത് മഹാപകടം. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞെന്നല്ലോ. ഇന്ന് ജീവിക്കുന്ന നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടു. അന്ന് സ്വഹാബികളോട് സ്വർഗത്തിലേക്കുള്ള വഴി അത് കാണിച്ചു കൊടുത്ത് വിളിച്ചു, ബദറിലേക്ക് വരൂ അല്ലെ. അവരങ്ങനെയുള്ള വിളിച്ചത്. ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ്സമാവാതു വൽ അർള്. ഖൂമു എണീറ്റോളൂ, ഇലാ ജന്നത്തിൻ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് എണീക്കൂ. അർളുഹസ്സമാവാതു വൽ അർള് ആകാശഭൂമികളോളം വ്യാപ്തിയുള്ള സ്വർഗത്തിലേക്ക് എണീറ്റോളൂ. അതെപ്പോഴാ പറഞ്ഞത്? ബദർ യുദ്ധത്തിന് ഓപ്പോസിറ്റ് ഖുറൈശികൾ പടക്കോപ്പിട്ട് വന്ന് അണിനിരന്ന് സർവായുധ സജ്ജരായി കാത്തിരിക്കുന്ന നേരത്തെ ഈ 313 നോമ്പ് നോറ്റ സാധുക്കളോട് പറഞ്ഞത് എന്താ? ഖൂമു എണീറ്റോളൂ. എങ്ങോട്ട്? ഇലാ ജന്നത്തിൻ സ്വർഗത്തിലേക്ക് എണീറ്റോളൂ. ആകാശഭൂമികളെക്കാൾ വ്യാപ്തിയുള്ള വിശാലമായ സ്വർഗത്തിലേക്ക് എണീറ്റോളൂ. നല്ല വിശന്ന നേരത്ത് കോഴി ബിരിയാണി, സദ്യ, മട്ടൻ പൊരിച്ചതൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് എണീറ്റോളൂ, കൈയഴുകി എണീറ്റോളൂ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് എണീറ്റോളൂ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോ അവരങ്ങോട്ട് ബഹിൻ ആവേശത്തോടെ അവരങ്ങോട്ട് വന്നു. അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് അങ്ങനെയൊക്കെ വഴി കാണിച്ചു കൊടുത്തു. ഇന്ന് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ? അവിടെയൊക്കെ നമ്മൾ അതൊക്കെ പഠിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത്. എന്നാലേ സ്വർഗം കിട്ടുള്ളൂ, വെറുതെ കിട്ടൂല കേട്ടോ. ഈ വഴി നബി തങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു വെച്ച, പഠിപ്പിച്ചു വെച്ച സ്വർഗത്തിലേക്കുള്ള പാത എന്റെ ഉമ്മത്തിലെ പിൽക്കാലക്കാർ, അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് എത്താൻ എന്താണ് അവർക്കുള്ള വഴി എന്ന് ആ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. സ്വഹാബത്ത് അവർ ഹൃദ്യസ്ഥമാക്കിയത് ഇമാമുകൾ രേഖപ്പെടുത്തി. ഇന്ന് നമുക്കത് പഠിക്കാമറിയാം. എങ്ങനെ? ഒരു യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നസീഹത്ത്, ഉപദേശം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? കുന്നാ ഫീ സഫരിൻ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യാത്രയിലാണ്. ഫനസൽനാ മൻസിലൻ, ഇന്നത്തെ പോലെയല്ലോ മാസങ്ങളോ ആഴ്ചകളോ ദിനരാത്രങ്ങളോ നീണ്ടു നിൽക്കുന്ന യാത്ര മരുഭൂമിയിലൂടെ. ഒട്ടകപ്പുറത്ത് അതിനെ വെള്ളം കിട്ടാതാവും, കൊണ്ടുപോയ സ്റ്റോർ ചെയ്ത വെള്ളം തീരും. അങ്ങനെ അവർ ഒട്ടകത്തിനെ അറുത്തിരുന്നു എന്നൊക്കെ കാണാം. ഒട്ടകത്തിന്റെ ഈ അകത്ത് ഒരു അവയവം, ഒരു സഞ്ചിയുണ്ട്. അത് ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. മരുഭൂമിയിലെ കപ്പലാണല്ലോ അല്ലെ. ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. അത് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ആ ഒട്ടകത്തിനെ കണ്ടു, സർക്കസ് കൂടാരത്തിൽ കണ്ടു. ഖുർആൻ പറഞ്ഞതാണല്ലോ. അങ്ങനെയല്ല, നോട്ടം എങ്ങനെ? ഉള്ളിലേക്ക് നോക്കണം. ഒട്ടകത്തിന്റെ അകത്തൊരറ, വെള്ളം കിട്ടുമ്പോൾ അത് മാക്സിമം കുടിക്കും. ദാഹം തീരാനും ദാഹം ശമിക്കാനും മാത്രമല്ല, അത് സ്റ്റോർ ചെയ്യാൻ അതിന് അകത്തൊരു ഒരു സഞ്ചി ഉണ്ട്. അപ്പൊ ഒട്ടകത്തിനെ വരെ സ്വഹാബത്ത് അർത്തിയിരുന്നു, എന്നിട്ട് ആ വെള്ളം കുടിച്ചിരുന്നു എന്നൊക്കെ കാണാം. അപകടങ്ങൾ മുന്നിൽ കണ്ട സമയത്ത്. ഇങ്ങനെ നീണ്ടുപോണ യാത്രയല്ലേ. ഒരു യാത്രയിൽ ഫനസൽനാ മൻസിലൻ, ഞങ്ങൾ ഒരു സ്ഥലത്ത് താവളം അടിച്ചു. ഫമിന്നാ മൻ യുസ്ലിഹു ഖിബാഅഹു വമിന്നാ മൻ യന്തളിലു വമിന്നാ മൻ ഹുവ ഫീ, ആളുകൾ മൻ യുസ്ലിഹു ഖിബാഅഹു, കൂടാര നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. തൽക്കാലം ഒന്ന് ടെന്റ് കെട്ടണ്ടേ, ഒന്ന് കിടക്കണ്ടേ, അതിനുവേണ്ടി കൂടാര നിർമ്മാണത്തിൽ ചില സ്വഹാബികൾ. വമിന്നാ മൻ യന്തളിലു, കിട്ടിയ നേരത്ത് ആയുധ പരിശീലനം. ചില ആളുകൾ അമ്പെയ്ത് പരിശീലിക്കുന്ന പണിയിലുള്ളത്. അങ്ങനെയൊക്കെയാണ് സ്വഹാബത്ത്, അമ്പെയ്ത് പരിശീലിക്കുകയാണ്. വേറെ ചില വിഭാഗം കാലികളെ മേച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരു സ്വഹാബി, അലാ അസ്സലാത്ത ജാമിഅ, പ്രാർത്ഥനയ്ക്ക് സമയമായിട്ടുണ്ട്, എല്ലാവരും നബിയുടെ മുന്നിലേക്ക് വരൂ. ഞങ്ങൾ എല്ലാവരും ഫജ്തമഅനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊക്കെ ഓടി ഉന്നാര നബിയുടെ അരികിലേക്ക് ഓടിയപ്പോ എന്താ? ഉടനെ നിസ്കാരമല്ല നടക്കുന്നത്. പിന്നെന്താ നടക്കുന്നത്? നസീഹത്താണ്, ഒരു ഉപദേശമാണ് നടക്കുന്നത്. എന്താ ഉപദേശം? ഓരോ നബിയും ആ നബിയുടെ ഉമ്മത്തിനോട് ചെയ്ത ബാധ്യത എന്താ, ഉമ്മത്തിനോടുള്ള കടമ ഒരു നബിക്കുള്ളതെന്താ ചോദിക്കാണ്. ആ ഉമ്മത്തിന് ഗുണകരമായതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ആ ഉമ്മത്തിന് ദുരന്തം, ആ ഉമ്മത്തിന് നാശമായേക്കാവുന്ന കാര്യത്തിൽ താക്കീത് കൊടുക്കുക. ഇതാണ് ഒരു നബിക്ക് ഉമ്മത്തിനോട് ചെയ്യാനുള്ള ബാധ്യത. ആമുഖം, ഇൻട്രഡക്ഷൻ.
അവരോട് പറയാണ്, ഞാനിപ്പോ നിങ്ങളെ നബിയല്ലേ, ഒരു നബിക്ക് ആ ഉമ്മത്തിന് കൊടുക്കാനുള്ള കടപ്പാടെന്താ, ബാധ്യത എന്താണ്? നല്ലതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അപകടകരമായതൊക്കെ മുന്നറിയിപ്പ് നൽകുക, അതല്ലേ എന്റെയും പണി. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ, ശേഷം പറയാൻ പോകുന്ന കാര്യം രക്ഷക്ക് അനിവാര്യമായ കാര്യമാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ വഴല്. ആദ്യ ഇൻട്രഡക്ഷൻ എന്താണ് ഈ ആമുഖത്തിൽ പറഞ്ഞത്? ഒരു നബിക്ക് ഉമ്മത്തിലുള്ള പണി എന്താ നിങ്ങൾക്ക് അറിയോ? ആ ഉമ്മത്തിന് നന്മ ഏതൊക്കെ വേണോ ഒക്കെ പറഞ്ഞു കൊടുക്കുക, നാശം എന്തൊക്കെ ഉണ്ടോ മുന്നറിയിപ്പ് കൊടുക്കുക. ഇതാണ് കേട്ടോ ഒരു ഉമ്മത്തിനോട് നബിക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഞാനത് നിർവഹിച്ചോട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. എന്നിട്ട് പറയാണ്, ഇന്ന ഉമ്മത്തക്കും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫീ അവലിഹാ وسيصيب آخرها بلاء وأمور تنكرونها فمن أحب أن يزحزح عن النار ويدخل الجنة فلتأته منيته وهو يؤمن بالله واليوم الآخر وليأتي إلى الناس الذي يحب أن يؤتى إليه قال رسول الله رواه مسلم في صحيحه. എന്താ പറഞ്ഞെടുത്ത്? സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് എന്താ വഴി? എന്റെ ഉമ്മത്തിലെ അവസാനം വരുന്ന ടീമിന് എങ്ങനെ സ്വർഗത്തിലെത്താനുള്ള വഴി? മനുഷ്യർ തമ്മിലുള്ള ബന്ധമായിരുന്നു പ്രത്യേകം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അടുത്ത ആഴ്ച നബി തങ്ങൾ പറഞ്ഞ ആ ഹദീസ് എങ്ങനെയാണ് പിൽക്കാലക്കാർ, എന്റെ ഉമ്മത്തിൽ വരുന്ന അവസാന കാലക്കാർ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് മുക്തരായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്, അതിനുള്ള അടിസ്ഥാന കാര്യം എന്താണ് എന്ന് പഠിപ്പിച്ച ആ അധ്യാപനം നമുക്ക് അടുത്ത ആഴ്ച പറയാം. സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിയുടേതാണ്. ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി, ദ കംപ്ലീറ്റ് മെൻ ഷോപ്പ്, ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം, AM റോഡ്, പെരുമ്പാവൂർ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിയുടേതാണ്. ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി, ദ കംപ്ലീറ്റ് മെൻ ഷോപ്പ്, ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം, AM റോഡ്,